കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 22 ചൊവ്വാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും അനുശോചനം രേഖപ്പെടുത്തി. കർദിനാൾ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനാണ് അനുശോചന സന്ദേശം അയച്ചത്. വത്തിക്കാൻ രാജ്യത്തിൻ്റെയും വിശ്വാസികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും സകല മനുഷ്യർക്കിടയിലും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും മാർപ്പാപ്പ വഹിച്ച പങ്കിനെ അനുസ്മരിച്ചുമാണ് ബഹ്റിൻ റോയൽ കോർട്ട് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ മന്ത്രിസഭയും അനുശോചനം അറിയിച്ചു. രാജ്യത്ത് നിലവിലുള്ള പുകവലി വിരുദ്ധ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയ നിയമത്തിന് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അംഗീകാരം നൽകി. നേരത്തെ പാർലമെന്റ് ഷൂറ കൗൺസിലും ഭേദഗതിക്ക് അംഗീകാരം നൽകിയിരുന്നു. പുകയില ഉപയോഗം നിയന്ത്രിക്കുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വിവിധ നിയന്ത്രണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമം. ഇത് പ്രകാരം പൊതുഗതാഗത മാർഗങ്ങൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സിനിമാ തിയേറ്ററുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം രാജ്യത്ത് പുകയില കൃഷി ചെയ്യുന്നതും പുകയില ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും നിയന്ത്രണ വിധേയമാകും. 18 വയസ്സിൽ താഴെയുള്ള വ്യക്തികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് സൗജന്യമായി നൽകുന്നത് നിയമവിരുദ്ധമാണ്. പുതിയ നിയമപ്രകാരം പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം, പ്രോത്സാഹനം, സ്പോൺസർഷിപ്പ് എന്നിവ പൊതുസ്ഥലങ്ങളിലും മാധ്യമങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. സ്പോർട്സ് ക്ലബ്ബുകൾ, പാർക്കുകൾ, പൊതുപൂന്തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ പുകവലിക്കാനുള്ള കഫേകൾക്ക് അനുമതിയുണ്ടാകില്ല. പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ 20 മുതൽ 50 ബഹ്റിൻ ദിനാർ വരെ പിഴ ലഭിച്ചേക്കാം. പ്രായപൂർത്തിയാകാത്തവരെ പുകവലിക്കുന്ന സ്ഥലങ്ങളിൽ പ്രവേശിപ്പിക്കുന്നത്, ഒറ്റ സിഗരറ്റ് വിൽപ്പന, അംഗീകൃതമല്ലാതെ പാക്കേജിംഗ് തുടങ്ങിയവയ്ക്ക് 100 ബഹ്റിൻ ദിനാറിൽ കുറയാതെ പിഴ ലഭിക്കും. പുകയില കമ്പനികൾ പൊതുപരിപാടികൾ സ്പോൺസർ ചെയ്യുന്നത്, ഉപഭോക്താക്കൾക്ക് നേരിട്ട് എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം എന്നിവയ്ക്ക് 1000 മുതൽ 3000 ബഹ്റിൻ ദിനാർ വരെയാണ് പിഴ. ഇത് ലംഘിക്കുന്നവർക്ക് 1 വർഷം വരെ തടവും 1000 മുതൽ 10,000 ബഹ്റിൻ ദിനാർ വരെ പിഴയും അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചും ശിക്ഷയായി ലഭിച്ചേക്കാം. ബഹ്റിനിൽ തൊഴിൽ വിപണി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി വിവിധ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ നടത്തിവരുന്ന പരിശോധനയിൽ ഏപ്രിൽ 13 മുതൽ 19 വരെയുള്ള കാലയളവിൽ 17 പേരെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. നേരത്തെ പിടികൂടിയ 116 പേരെ ഈ കാലയളവിൽ നാട് കടത്തിയിട്ടുണ്ട്. 1141 പരിശോധനകളാണ് ഒരാഴ്ച കാലയളവിൽ നടത്തിയതെന്നും വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും LMRA അധികൃതർ വ്യക്തമാക്കി. 2025 ആദ്യ പാദത്തിൽ ബഹ്റിനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ദേശീയ വരുമാന കാര്യാലയം 358 പരിശോധനകൾ നടത്തിയതായി അധികൃതർ അറിയിച്ചു. ഡിജിറ്റൽ സ്റ്റാമ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള വാറ്റ് എക്സൈസ് നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് പരിശോധനകൾ നടന്നത്. പരിശോധനകളിൽ ആകെ 46 നിയമലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വാറ്റ് ഇൻവോയ്സുകൾ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കാത്തത്, വാറ്റ് ഉൾപ്പെടെയുള്ള വിലകൾ പ്രദർശിപ്പിക്കാത്തത്, സാധുവായതും സജീവവുമായ ഡിജിറ്റൽ സ്റ്റാമ്പില്ലാതെ എക്സൈസ് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തത്, വാറ്റ് സർട്ടിഫിക്കറ്റ് ദൃശ്യമായ സ്ഥലത്ത് പ്രദർശിപ്പിക്കാത്തത്, വാറ്റ് ഇൻവോയ്സ് നൽകാത്തത്, വാറ്റ് ബാധകമല്ലാത്ത സാധനങ്ങൾക്ക് വാറ്റ് ഇൻവോയ്സുകൾ നൽകിയത് എന്നിവയായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലംഘനങ്ങൾ. കുറ്റം ചെയ്തവർക്ക് 5 വർഷം വരെ തടവും അടയ്ക്കേണ്ട വാറ്റ് തുകയുടെ 3 ഇരട്ടി പിഴയും ശിക്ഷയായി ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. റിഫയിലെ അൽ ഹാജിയാത്തിൽ താമസ കെട്ടിടത്തിൽ തീപിടിച്ച് ബഹ്റിനികളായ മാതാവും മകനും മരിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:30 സംഭവം. 20 വയസ്സുകാരനായ യുവാവാണ് പൊള്ളലേറ്റ് മരിച്ചത്. തീ പടർന്നതിനെ തുടർന്ന് കെട്ടിടത്തിൽ നിന്ന് സുരക്ഷാർത്ഥം താഴേക്ക് ചാടിയതിനെ തുടർന്ന് പരിക്കേറ്റാണ് മാതാവ് മരണപ്പെട്ടത്.
കെട്ടിടത്തിനകത്ത് പുക നിറയുകയും താമസക്കാർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഫ്ളാറ്റിൽ 8 പേരാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് മറ്റുള്ള താമസക്കാരെ ഒഴിപ്പിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ താമസിച്ച കെട്ടിടം പൂർണ്ണമായും കത്തിയ നിലയിലാണ്. സമീപത്തെ റൂമുകളിലേക്കും തീ പടർന്നിരുന്നു. അപകട കാരണം സ്ഥിരീകരിക്കാനായിട്ടില്ല. പടർന്ന് പിടിച്ച തീ പൂർണ്ണമായും ഫയർഫോഴ്സ് നിയന്ത്രണ വിധേയമാക്കി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപനും സെന്റ് തോമസ് വൈദിക സംഘം പ്രസിഡന്റുമായ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്തയ്ക്ക് ബഹ്റിനിലെ മാവേലിക്കര ഭദ്രാസനാംഗങ്ങളുടെ കൂട്ടായ്മയായ മന്ന പ്രവർത്തകർ സ്വീകരണം നൽകി. ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പീഡാനുഭവവാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാൻ എത്തിയതായിരുന്നു മെത്രാപ്പൊലീത്ത. മന്ന പ്രസിഡന്റ് ടി.ഐ. വർഗീസ് സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരയ്ക്കൽ, സഹവികാരി റവറൻ ഫാദർ തോമസ് കുട്ടി പി.എൻ. എന്നിവരും സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ CP വർഗീസ്, സോമൻ ബേബി എന്നിവർ ആശംസകൾ അറിയിക്കുകയും മെത്രാപ്പൊലീത്തയ്ക്ക് മന്നയുടെ ഉപഹാരം നൽകുകയും ചെയ്തു. സെക്രട്ടറി ഷിബു സി ജോർജ് നന്ദി പറഞ്ഞു. ആതുര സേവന ചികിത്സാ രംഗത്ത് SKSSF സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹചാരി റിലീഫ് സെല്ലിലേക്ക് സമസ്ത ബഹ്റിൻ ഏരിയ കമ്മിറ്റികളുടെ സഹായത്തോടെ സുമനസ്സുകൾ സ്വരൂപിച്ച ഫണ്ട് കോഴിക്കോട് വെച്ച് നടന്ന SKSSF പ്രവാസി മീറ്റിൽ വെച്ച് സ്റ്റേറ്റ് പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾക്ക് SKSSF ബഹ്റിൻ വൈസ് പ്രസിഡന്റ് അബ്ദുൽ മജീദ് ചോലക്കോട് കൈമാറി. SKSSF സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി OP അഷ്റഫ്, ബഹ്റിൻ ജോയിന്റ് സെക്രട്ടറി അഹമ്മദ് മുനീർ, മറ്റ് GCC രാജ്യങ്ങളിലെ നേതാക്കളും സന്നിഹിതരായിരുന്നു. ജൂൺ 15 മുതൽ ബഹ്റിനിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇൻഡിഗോ എയർലൈൻസിൻ്റെ നേരിട്ടുള്ള സർവീസുകൾ വീണ്ടും ആരംഭിക്കുന്നു. പുതിയ തീരുമാനപ്രകാരം സെപ്റ്റംബർ 20 വരെ ദിവസവും രാത്രി 10:20 ബഹ്റിൻ കൊച്ചി റൂട്ടിലും വൈകിട്ട് 7:30 കൊച്ചി ബഹ്റിൻ റൂട്ടിലും ഓരോ സർവീസ് വീതമുണ്ടാകും. ജൂലൈ ആഗസ്റ്റ് മാസത്തിലെ സ്കൂൾ അവധി കാലയളവിലെയും ബലിപ്പെരുന്നാൾ സീസണിലെയും യാത്രയ്ക്ക് ഈ സർവീസ് ഏറെ ഉപകാരപ്രദമാകുമെന്നാണ് വിലയിരുത്തുന്നത്. നേരത്തെ കോഴിക്കോട്ടേക്കുള്ള ഗൾഫ് എയർലൈൻസ് സർവീസ് പൂർണ്ണമായും നിർത്തലാക്കിയിരുന്നു. കൊച്ചിയിലേക്ക് ഞായർ, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഗൾഫ് എയർ സർവീസ് നടത്തുന്നത്.